വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 7ാം ക്ലാസ്സിലെ യൂണിറ്റ് 4 ഇംഗ്ലീഷ് റെസിൽ ഓഫ് വിങ്സ് ചിറകടികളുടെ മുഴക്കം എന്ന പാഠഭാഗത്തെ എല്ലാ പ്രവർത്തനങ്ങളും വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. രഞ്ജീസ് മാജിക് ബാറ്റ് എന്ന പാഠഭാഗമാണ്. അതിലെ 10 ആക്ടിവിറ്റികളും അതിൽ കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ ഉദാഹരണങ്ങളും നൽകിയാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല നോട്ട് എഴുതുവാനുള്ള മനോഹരമായ ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് വേണം ഈ വീഡിയോ കാണുവാൻ. രഞ്ജി വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ക്രിക്കറ്റ് പ്ലെയറാണ്. റസ്കിൻ ബോണ്ടിൻ്റെ ഈ ഒരു മനോഹരമായ കഥയിലൂടെ എങ്ങനെയാണ് കോൺഫിഡൻസ് തങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എന്നുള്ള വളരെ മനോഹരമായൊരു കഥയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ ഒരു ന്യൂസ് റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. കളിയിൽ വിജയിച്ച ടീമിൻ്റെ ആഹ്ലാദം പ്രതിപാദിക്കുന്ന ഒരു ചിത്രത്തോടു കൂടി ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ തീർച്ചയായും ന്യൂസ് റിപ്പോർട്ട് എഴുതാനുള്ള ഒരു പരിശീലനം നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രഞ്ജി എങ്ങനെയാണ് ക്രിക്കറ്റ് കളിച്ചത്, എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്, ഒരു ബാറ്റിൻ്റെ പേരിൽ മാത്രം രഞ്ജി എന്തുകൊണ്ട് നിരാശനായി എന്നുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാർ വായിച്ചു കഴിഞ്ഞു കാണും. രഞ്ജീസ് മാജിക് ബാറ്റ് അതിലെ ആക്ടിവിറ്റികളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും A4 ഷീറ്റ് എടുത്ത് അതിലെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ എഴുതി ആൻസേഴ്സ് വളരെ ഭംഗിയായിട്ട് എഴുതിയെടുക്കുകയും ആവർത്തിച്ച് പഠിക്കുകയും ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്നത് ഇഫ് യു ഹാവ് ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻ്റർവ്യൂ സം ലോക്കൽ സ്പോർട്സ് പേഴ്സണാലിറ്റീസ് വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ആസ്ക് ദം അബൌട്ട് ദ ജേർണീസ് ചലഞ്ചസ് എക്സെട്ര. ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണ്. മികവുറ്റ ഒരു സ്പോർട്സ് താരത്തോട് ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഏതെല്ലാം ചോദ്യങ്ങൾ എങ്ങനെയെല്ലാമാണ് ചോദിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 10ഓളം ഉത്തരങ്ങൾ ചോദ്യങ്ങളായി നൽകിയിട്ടുണ്ട്. ഹൗ ഡിഡ് യു സ്റ്റാർട്ട് യുവർ ജേർണി ഇൻ സ്പോർട്സ്, വാട്ട് ആർ യുവർ ഹോബീസ്, ലൈക്ക് സോ മെനി ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ ഹിയർ. ജസ്റ്റ് റൈറ്റ് ഡൗൺ. Mr. Kumar liked encouraging young players and he thought Ranji would make wonders. അതുകൊണ്ട് അദ്ദേഹം കൊടുത്ത കുറച്ച് ഉപദേശങ്ങളാണ് മിസ്റ്റർ കുമാർ നൽകിയ ഇൻസ്ട്രക്ഷൻസ്. നമ്മുടെ ഡ്യൂട്ടി, നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പിന്നെ കുറച്ച് നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ അല്ലെങ്കിൽ എഴുതാൻ കഴിയുക എന്നുള്ളതാണ്. റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ യൂസിങ് ദ വേർഡ് കീപ്പ്, അവോയ്ഡ്, ഡോണ്ട്, ടേക്ക്. അതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ്, സജഷൻസ് കൊടുക്കാൻ പറ്റുന്നതിന് ഉപയോഗിക്കുന്ന വാചകങ്ങളാണ് എഴുതുന്നത്. ഡോണ്ട് ടോക്ക് ലൗഡ്ലി, ഡോണ്ട് യൂസ് മൊബൈൽ ഫോൺസ്, ഇങ്ങനെയുള്ള ധാരാളം ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. അവോയ്ഡ് യൂസിങ് മൊബൈൽ വൈൽ ഡ്രൈവിംഗ്, അവോയ്ഡ് ബേണിംഗ് പ്ലാസ്റ്റിക്, അവോയ്ഡ് പ്ലേയിങ് വിത്ത് ഷാർപ്പ് ഒബ്ജക്ട്സ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്നൊന്നായിട്ട് നോട്ട് ബുക്കിലേക്കോ അല്ലെങ്കിൽ A4 ഷീറ്റിലേക്കോ വളരെ മനോഹരമായിട്ടൊരു മാഗസിൻ പോലെ തന്നെ തയ്യാറാക്കാം. സ്പോക്കൺ ഇംഗ്ലീഷിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഇൻസ്ട്രക്ഷൻസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്ത മാസം ഇൻ്റർ സ്കൂൾ ഫുട്ബോൾ മാച്ച് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇവൻറ്റ്, അതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് റൈറ്റ് സം സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ പാർട്ടിസിപ്പേറ്റിംഗ് ടീം ആൻഡ് ദ വോളണ്ടിയേഴ്സ്. മാച്ചിൽ പങ്കെടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ, അതുപോലെ വോളണ്ടിയേഴ്സിന് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. നന്നായി എഴുതിയെടുക്കുക, പഠിക്കുക. അടുത്ത ചോദ്യം, ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ടേക്ക് കെയർ, ജസ്റ്റ് ടേക്ക് കെയർ തുടങ്ങിയ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ടേക്ക് എ ചാൻസ്, ടേക്ക് എ ബ്രേക്ക്. അപ്പോൾ അതുപയോഗിച്ച് ഉണ്ടാക്കാവുന്ന വാക്കുകൾ, വാക്യങ്ങൾ, അതാണ് ഇവിടെ നൽകേണ്ടത്. കംപ്ലീറ്റ് ദ സ്റ്റോറി യൂസിങ് ഹാവ്, ഡു ആൻഡ് മേക്ക് ടു ഫോം ദീസ് സെൻറ്റൻസസ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ എ പീസ്ഫുൾ ലിറ്റിൽ ടൗൺ, ഇവിടെ കഥ നൽകിയിട്ടുണ്ട്. അവിടെ നോക്കുക, മേക്ക്, ഹാഡ്, ഹാവ് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു കഥയിൽ കൊടുത്തിരിക്കുന്നത്. ഫില്ലിങ് ദ ബ്ലാങ്ക്സ് വിത്ത് ഓൾ ദീസ് വേർഡ്സ്. ഇവിടെ ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ച് വളരെ സുഖമായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒരു ഫ്രേസാണ് ആസ് ഡാഷ് ആസ്. ഡൽഹി ഈസ് ക്രൗഡഡ്, എ റോസ് ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് എ ലോട്ടസ്. അതൊരു ഉപയോഗിക്കേണ്ട ഒരു സിമിലാരിറ്റി കാണിക്കാനായിട്ട്, ഒരുപോലെയുള്ളത് അല്ലെ, ഒരുപോലെയുള്ളത് കുറച്ചുകൂടി മെച്ചപ്പെട്ടത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആസ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം നോക്കാൻ, എലിഫൻ്റ് ഈസ് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് എ ടൈഗർ.
ഇത്തിരി വ്യത്യാസം നോട്ട് ആസ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ സിമിലാരിറ്റി ഇല്ല എന്ന് കാണിക്കാൻ, ഒരുപോലെയല്ല ഒരുപോലെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സംഭാഷണം നൽകിയിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, സജഷൻസ് എങ്ങനെയാണ് സംഭാഷണത്തിൽ വരുന്നതെന്ന് കാണിക്കുന്നത്. ഐ സജസ്റ്റ്, ഷാൽ വി കളക്ട്, ഷാൽ വി ഗിവ് ആൻ അവയർനെസ് ക്ലാസ് ഫോർ ദം, ഇങ്ങനെ. അപ്പോൾ ഈ എക്സ്പ്രഷൻസ് വാട്ട് അബൌട്ട് യുവർ സജഷൻ, മേ ഐ സജസ്റ്റ്, ഈ എങ്ങനെയാണ് ഈ സജഷൻസ് കൊടുക്കുന്ന സെൻറ്റൻസിലുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രഞ്ജിയും മിസ്റ്റർ കുമാറും തമ്മിലുള്ള, ആ ഷോപ്പ് കീപ്പർ സ്പോർട്സ് ഷോപ്പ് നടത്തുന്ന അദ്ദേഹവുമായി തമ്മിലുള്ള സംഭാഷണമാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് കോൺഫിഡൻസോടുകൂടി കളിക്കുന്നതെന്നും ഒരു ബാറ്റല്ല നമ്മുടെ വിധി നിർണ്ണയിക്കുന്നതെന്നുമൊക്കെ ഉള്ള സംഭാഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ എഴുതിയെടുത്ത് സമാനമായ കോൺവെർസേഷൻസ്, അതല്ലെങ്കിൽ ഈ കോൺവെർസേഷൻ തന്നെ ആവർത്തിച്ച് എഴുതി വായിച്ച് പഠിച്ച് ഏറ്റവും ചുരുക്കി എഴുതാൻ സാധിക്കും. എപ്പോഴും നമ്മൾ കാണാതെ പഠിക്കേണ്ടത് സാധാരണയായി ഉപയോഗിക്കുന്ന സംഭാഷണങ്ങളുടെ തുടക്കങ്ങളൊക്കെ കാണാതെ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ധാരാളം തെറ്റുകൾ വരും. അങ്ങനെ വരാതിരിക്കാനാണ്. ധാരാളം തെറ്റുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എ ഗ്രേഡിന് പകരം ബി ഗ്രേഡായിട്ട് പോകും. ഏതൊരു വ്യക്തിക്കും, ഏതൊരു മനുഷ്യനും ധാരാളം ഗുണങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സ്പോർട്സ്മാന് അതിലേറെ ഗുണങ്ങളുണ്ടാവും. ഹ്യൂമർ ഉണ്ടാവും, ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, എംപതി ഉണ്ടാവും, റെസിലിയൻസ്, ക്യൂരിയോസിറ്റി, ബ്രേവറി, ലീഡർഷിപ്പ്, കോൺഫിഡൻസ്. അപ്പോൾ ഇവിടെ യുണീക്ക് ക്വാളിറ്റീസ് ഉള്ളവരാണ് നാം ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉള്ള എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ലിസ്റ്റ് ചെയ്യാനാണ് അടുത്ത പ്രവർത്തനം. എന്തൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഗുണവിശേഷങ്ങളാണ് ഓരോ മനുഷ്യർക്കും ഉള്ളത് എന്ന് ഇവിടെ നമുക്ക് ഈ മിസ്റ്റർ കുമാറിനെയും രഞ്ജിയെയും എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വളരെ കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണ് അവരെന്ന്. അതൊരു ഗുണമാണ്. അപ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ട്, നല്ല ധൈര്യമുണ്ട്, ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ അതൊക്കെ ഓരോ ഗുണങ്ങളാണ്. അതാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത്. രഞ്ജി മനോഹരമായി ക്രിക്കറ്റ് കളിച്ച് വിജയിച്ചു. അപ്പോൾ രഞ്ജിയുടെ പെർഫോമൻസിനെ ക്രിസ് കൊമൻസ് കൊണ്ട് വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് രഞ്ജിയുടെ ക്രിക്കറ്റ് കഴിവുകളെ പറയുവാനുള്ള അവസരമാണ് അടുത്തൊരു പ്രവർത്തനം. ക്യാൻ യു മേക്ക് സം ക്രിസ് കൊമൻസ് ഓൺ രഞ്ജി ആൻഡ് എ ബെസ്റ്റ് ആക്ട്രസ്, ഒരു ഏറ്റവും മികച്ച നടി അല്ലെ നടന് നൽകാൻ പറ്റുന്ന ക്രിസ്പ് കൊമൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് അടുത്ത പ്രവർത്തനം. ഇൻക്രെഡിബിൾ ടൈമിങ്, യു മേഡ് ഇറ്റ് ലുക്ക് സോ ഈസി, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, സിംപ്ലി സൂപ്പർ, വാട്ട് എ മാച്ച് വിന്നർ, രഞ്ജി യു റോക്ക്ഡ്, that was world class batting, keep playing, you totally owned his stage, well deserved, so proud of you തുടങ്ങിയിട്ടുള്ള ക്രിസ് കൊമൻസ് നമുക്ക് നൽകാൻ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ധാരാളം സ്പോക്കൺ ഇംഗ്ലീഷ് അവസരങ്ങൾ നമുക്ക് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഇംഗ്ലീഷിൽ നല്ലൊരു പ്രാവീണ്യം നേടാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബെസ്റ്റ് ആക്ട്രസ് ഓർ ആക്ടർ ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അല്ലെ അവരോട് സംസാരിക്കുവാനുള്ള നല്ല വാക്കുകൾ കൂടി എഴുതി പഠിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. വാട്ട് എ പെർഫോമൻസ്, ഇൻക്രെഡിബിൾ ടാലൻറ്റ്, ടേക്ക് എ ബോ, ക്യൂൻ ഓഫ് ദ സ്റ്റേജ്, യു സ്റ്റോൾ ദ ഷോ, യു ട്രൂലി ഷോൺ ഔട്ട് ദർ, ഹാറ്റ്സ് ഓഫ് യു, ഇങ്ങനെയുള്ള അൺഫോർഗറ്റബിൾ പെർഫോമൻസ് തുടങ്ങിയ ക്രിസ് കൊമൻസ് നമുക്ക് അവരോടും ഷെയർ ചെയ്യാൻ പറ്റും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് വളരെ ഒരു ഉയർച്ച ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് കണ്ടാൽ ലഭിക്കുന്നതായിരിക്കും. ഓരോന്നും പോസ് ചെയ്ത് എഴുതിയെടുക്കുക. ഒരു കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എഴുതുന്നതാണ്
ആ കഥാപാത്രം എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ എഴുതുന്നതാണ് ക്യാരക്ടർ സ്കെച്ച്. ഇവിടെ രഞ്ജിയുടെയും കുമാറിൻ്റെയും സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രേറ്റ് പ്ലെയർ ആണെന്നും വളരെ ആംബീഷ്യസ് ആണെന്നും എൻകറേജിങ് ആണ്, കൈൻഡാണ്, ജനറസ് ആണ്, അങ്ങനെയുള്ള ധാരാളം സ്വഭാവ സവിശേഷതകളോടുകൂടി തന്നെ കഥാപാത്ര നിരൂപണക്കുറിപ്പ് എഴുതാനുള്ള വകകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. രഞ്ജിയെക്കുറിച്ചുള്ള കഥാപാത്ര നിരൂപണക്കുറിപ്പ് ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വളരെ ലവബിളാണ്, ലവ്സ് ടു പ്ലേ ക്രിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ആംബീഷ്യസ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള, ബ്രേവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കഥയിലെ കഥാപാത്രമായ രഞ്ജിയെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഷോപ്പുടമയായ മിസ്റ്റർ കുമാറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. രഞ്ജിയുടെ അത്യുജ്വലമായ പ്രകടനത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ഫെലിസിറ്റേഷൻ സ്പീച്ച് എഴുതാനായിട്ടാണ് അടുത്ത പ്രവർത്തനം കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ഗുഡ് മോർണിംഗ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് തുടങ്ങിയ സല്യൂട്ടേഷനും അതുപോലെ തന്നെ ഈ പ്രസംഗം തീരുന്നെടുത്ത് ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് എന്നുള്ള എഗെയിൻ ഒന്നുകൂടെ പറയാനായിട്ടും താങ്ക് യു ഓൾ പറഞ്ഞ് നിർത്താനായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യാം. അടുത്ത ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ മാച്ചിൻ്റെ കമൻട്രിയാണ്. ഫുട്ബോൾ മാച്ചിൻ്റെ കമൻട്രി പറയാൻ വേണ്ടിയിട്ടാണ്. വെൽക്കം ബാക്ക് അപ്പോൾ തുടങ്ങിയ ആ ഒരു അതിൻ്റെ ഒരു പ്രത്യേക ഭാഷയുണ്ട്. കമൻട്രി പറയാനുള്ള പ്രത്യേക ഒരു ഭാഷയുണ്ട്. ആ ഭാഷ പഠിച്ചെടുക്കുക. നല്ല സ്പോക്കൺ ഇംഗ്ലീഷ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു ഡിസ്കോഴ്സാണിത്. ദ ഫസ്റ്റ് ബോൾ ഈസ് ബൗൾഡ് ബൈ ഡൽഹിസ് ഫാസ്റ്റ് ബൗളർ. എന്നാൽ ആ ഒരു പറയുന്നതിൻ്റെ ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്യാനായിട്ടും ഇത് നിങ്ങൾ എഴുതി വെച്ച് തന്നെ ആവർത്തിച്ച് പഠിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് രഞ്ജി ആൻഡ് കുമാർ ഒന്നുകൂടി നൽകിയിരിക്കുകയാണ്. കൂടുതൽ പ്രാവശ്യം വായിക്കുന്നതിനും തനത് വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ക്യാരക്ടർ സ്കെച്ച് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ മാജിക് ബാറ്റിനെ പറ്റിയും ഹീ ഈസ് റെഡി ടു ഫേസ് ചലഞ്ചസ് എന്നുള്ള ചില കൊച്ചു വരികളൊക്കെ ഹൃദ്യസ്ഥമാക്കാനും എഴുതിയെടുത്ത് നല്ലൊരു നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഉദാഹരണങ്ങൾ കമൻട്രിക്കും ഈ ക്യാരക്ടർ സ്കെച്ചിനൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ബുദ്ധിമുട്ടായി കരുതാതെ കൂടുതൽ ഇംഗ്ലീഷ് പഠിക്കുവാനുള്ളൊരു അവസരമായിട്ട് ഇതിനെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രഞ്ജിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഫെലിസിറ്റേഷൻ സ്പീച്ച് ഒന്നുകൂടി നൽകിയിരിക്കുകയാണ്. ആവർത്തിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ സെൻറ്റൻസസ്, കൂടുതൽ പ്രയോഗങ്ങൾ, കൂടുതൽ ആഴത്തിൽ നല്ല വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ആശംസാ പ്രസംഗം സ്പോർട്സ് ക്ലബിൻ്റെ വകയായിട്ടുള്ള ഫെലിസിറ്റേഷൻ നന്നായി പഠിച്ച് ഒരുങ്ങേണ്ടതിനാണ് വീണ്ടും നൽകിയിരിക്കുന്നത്. അപ്പോൾ കൺഗ്രാജുലേഷൻ രഞ്ജി എന്നുള്ള ആ വാക്കൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് എ പ്രൗഡ് മൊമെൻ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ 2-3 കഴിവുകൾ പറയാൻ, എക്സലൻറ്റ് ബാറ്റിംഗ്, ടീം വർക്ക് ആൻഡ് കൺഗ്രാജുലേഷൻസ് പറയാൻ ഒരിക്കലും മറന്നു പോകരുത്. അത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ബി ഗ്രേഡ് ഉറപ്പായിട്ട് ലഭിക്കും. അതുകൊണ്ട് തന്നെ അവൻ്റെ കോൺഫിഡൻസിനെ പറ്റിയും ആ ഒരു സ്വഭാവ സവിശേഷതകളെ പറ്റിയൊക്കെ നമുക്ക് സൂചിപ്പിക്കാം. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുഴുവൻ മാർക്കും നമുക്ക് ലഭിക്കും. ഒരു തവണ കൂടി കമൻട്രികൾ ഒന്നുകൂടി ആവർത്തിച്ച് പഠിക്കുവാനായിട്ട് വീണ്ടും ശ്രമിക്കുക. ഇത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ചിൻ്റെ കമൻട്രിയാണ്. ലോക്കൽ സ്പോർട്സ് പേഴ്സണാലിറ്റീസുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനെയറാണ് അടുത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ, ഏർലി ഡേയ്സ് എങ്ങനെയായിരുന്നു, ട്രെയിനിങ് ആൻഡ് പ്രാക്ടീസിൻ്റെ രീതികൾ എന്തൊക്കെയായിരുന്നു, അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള തുടങ്ങിയുള്ള വാട്ട് അച്ചീവ്മെൻറ്റ്സ്, ഹൗ ഇമ്പോർട്ടൻറ്റ് വാസ് ദ സപ്പോർട്ട് ഓഫ് യുവർ ഫാമിലി, കോച്ചസ് ഓർ ഫ്രണ്ട്സ്, പിന്നെ ടീം വർക്ക്, സ്പോർട്സ്മാൻഷിപ്പൊക്കെ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ ആവർത്തിച്ചൊന്ന് പഠിക്കാനായിട്ട് നല്ലതാണ്. മിസ്റ്റർ കുമാർ കോൺഫിഡൻസ് തകർന്ന മാജിക് ബാറ്റിൽ ആശ്രയിച്ച രഞ്ജിക്ക് നൽകുന്ന കുറേ ഉപദേശങ്ങളുണ്ട്. അതിന് ചില വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്. എൻഷുവർ, കീപ്പ്, വാച്ച്, ഫോളോ, അവോയ്ഡ് തുടങ്ങിയിട്ടുള്ള വാക്കുകളുണ്ട് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. ഫോക്കസ് ഓൺ ദ ബോൾ നോട്ട് ദ ബൗളർ, സ്റ്റേ കാം അണ്ടർ ദ ക്രിക്കറ്റ് ക്രീസ്, റെസ്പെക്ട് യുവർ ടീംമേറ്റ്സ് ആൻഡ് ഓപ്പണൻസ്, ഓൾവേസ് ബാക്ക് യുവർ ഇൻസ്റ്റിങ്സ്. ഇങ്ങനെ നൽകുന്ന ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് കറക്റ്റ് ദം, ഡോണ്ട് റൺ ടു ഫാസ്റ്റ്, പ്രാക്ടീസ് പേഷ്യൻസ് ആൻഡ് പ്ലേ യുവർ ഷോട്ട്സ് കെയർഫുള്ളി, ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ്, ഇതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള
നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനുള്ള ചില സംഭാഷണങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് രഞ്ജി മറുപടി പറയുന്നതെന്ന് കൂടിയുള്ള ഒരു സംഭാഷണം. ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. ഈ ഒരു ക്രിക്കറ്റ് മാച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭാഷണം എഴുതുന്നതിനായിട്ട് തീർച്ചയായും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് എഴുതുകയും പഠിക്കുകയും പറഞ്ഞു നോക്കുകയും ചെയ്യണം. അപ്പോൾ ഡോണ്ട് റൺ ടു ഫാസ്റ്റ് വെൻ ബൗളിംഗ്, ഡോണ്ട് ടച്ച് ദ ക്രിക്കറ്റ്, keep your bat clean and ready, keep calm during the match, keep your eyes on the ball തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പാഠഭാഗത്തെ അടുത്ത ഒരു പ്രവർത്തനം കൊളോക്കേഷൻ ആണ്. കൊളോക്കേഷൻ പാഠഭാഗത്ത് വരുന്ന എല്ലാ ആക്ടിവിറ്റികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് തുടർന്ന് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. വളരെ വിശദമായി പഠിക്കുകയും അറിയുകയും ചെയ്യണമെന്നുള്ളവർ കൂടുതൽ തവണ ഈ വീഡിയോ കാണുകയും എഴുതിയെടുത്ത് പഠിക്കുകയും വേണ്ടിയിരിക്കുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്നത് ധാരാളം കൊളൊക്കേഷൻസിനുള്ള ഉദാഹരണങ്ങളാണ്. സിമിലാരിറ്റി കാണിക്കുന്ന വർക്ക് ഹാർഡ്, ഫീൽ ബെറ്റർ, ഡു ഹോംവർക്ക്, ക്യാച്ച് എ കോൾഡ്, പേ അറ്റൻഷൻ, ഡ്രിങ്ക് എ കോൾഡ്, ഗിവ് എ സ്പീച്ച്, മേക്ക് എ മിസ്റ്റേക്ക്, ടേക്ക് നോട്ട്സ്, ask questions, keep a promise, make friends, do research, take part, win a competition, win a prize തുടങ്ങി ഒട്ടനവധി കൊളോക്കേഷൻസിനുള്ള ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഭാഷയ്ക്ക് മനോഹാരിത കൂട്ടുന്നവയാണ് ലാംഗ്വേജ് എലിമെൻസിൽ ഒട്ടുമിക്ക യൂസേജസും. അത് മനസ്സിലാക്കി കഥകളിലും നമ്മുടെ രചനകളിലും ഫെലിസിറ്റേഷൻ സ്പീച്ച് പോലെയുള്ള ഡിസ്കോഴ്സിലും ഉപയോഗിക്കുക വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ആ സ്ട്രക്ചർ നൽകിയിരിക്കുന്നു. വെർബ് പ്ലസ് നൗൺ, അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ. ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ധാരാളം ഇടങ്ങളിൽ കൊളോക്കേഷൻസ് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത്. വളരെ പരിചിതമായ കഥയാണ് ദ തേസ്റ്റി ക്രോ, ദാഹിച്ചു വലഞ്ഞ കാക്ക. അവിടെ ഡ്രിങ്ക് ഹാപ്പിലി, തേസ്റ്റി ക്രോ, ഡ്രിങ്ക് വാട്ടർ, പിക്ഡ് അപ്പ് സ്റ്റോൺസ്, ഹാർഡ് വർക്ക് തുടങ്ങിയ പദങ്ങൾ കൊടുത്തുകൊണ്ട് കൊളോക്കേഷന് ഉദാഹരണങ്ങൾ നൽകിയിരിക്കുകയാണ്. വളരെ വിശദമായിട്ട് കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ആവർത്തിച്ച് കാണുകയും വളരെ ശ്രദ്ധ നൽകി പഠിക്കുകയും എഴുതിയെടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു മേഖലയിൽ നമുക്ക് കഴിവുണ്ടാവുക. സോ റീഡ് അനദർ എക്സാമ്പിൾസ്. ഇവിടെ ധാരാളം ഇൻസ്ട്രക്ഷൻസ് സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ ഇൻസ്ട്രക്ഷൻസ്, എക്സ്പ്രഷൻസ്, സജഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലേ? അത്തരം സെൻറ്റൻസാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത്. കീപ്, എൻഷർ, അവോയ്ഡ്. മുൻപും ഇതിനുള്ള ചില ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് വളരെ വിശദമായി കുറച്ചുകൂടി കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു തവണ പഠിച്ചു കഴിഞ്ഞവർ വീണ്ടും ആവർത്തിച്ചെഴുതണമെന്നില്ല. എങ്കിലും കൂടുതൽ വരികൾ എഴുതി കഴിയുമ്പോൾ വളരെ നല്ല ഒരു അവബോധം ഉണ്ടാകും. ഇവിടെ നോക്കുക, ആസ് എന്നുള്ള യൂസേജിനുള്ള ധാരാളം ഉദാഹരണങ്ങളാണ് നൽകിയിരിക്കുന്നത്. ആസ് എല്ലാ ഉദാഹരണങ്ങളും തന്നെ എഴുതിയെടുത്ത് അതിന് വളരെ കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു നല്ല പഠിതാവിൻ്റെ ലക്ഷണമാണ്. നല്ല ഉയർന്ന ഗ്രേഡ് വാങ്ങി ജയിക്കണമെന്നുള്ളവർക്ക് കൂടുതൽ വായനകൾ ആകാം. ദ കാർ ഈസ് ആസ് ഫാസ്റ്റ് ആസ് ഓട്ടോറിക്ഷ. ദ പസിൽ ഈസ് ഈസിയർ ദാൻ ഗെയിംസ്. ദ കേക്ക് ഈസ് സ്വീറ്റർ ദാൻ ദ ചോക്ലേറ്റ്. ഇവിടെ ദാൻ എന്നുള്ള യൂസേജാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, പഠനം എപ്പോഴും രസകരവും താല്പര്യപൂർവ്വം ആകണമെങ്കിൽ ഒരു സ്വയം പഠിക്കുക എന്നുള്ളൊരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കണം. അതുകൊണ്ട് തന്നെ
ഈ വീഡിയോ കാണുമ്പോൾ സ്വയം പഠിക്കുവാനും എഴുതിയെടുക്കുവാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പോഴാണ് ധാരാളം ഉദാഹരണങ്ങൾ നൽകിയതിൻ്റെ ഒരു അർത്ഥവും ഭംഗിയും അതിൻ്റെ ഒരു ആവശ്യകതയും അതിൻ്റെ ഒരു ഉപയോഗവും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പഠിക്കുവാൻ താല്പര്യമുള്ളവർ വീണ്ടും വീണ്ടും ഈ ഡിസ്കോഴ്സിലൂടെ കടന്നു പോകാം. സജഷൻസ്, എക്സ്പ്രഷൻസ്, ഫെലിസിറ്റേഷൻ, സ്പീച്ച്, അതുപോലെ കൊളോക്കേഷൻസ്, യൂസേജസ്, കോൺവെർസേഷൻസ്, പിന്നെ കമൻട്രി, ഇതെല്ലാം വീണ്ടും ആവർത്തിച്ച് കാണുകയും പഠിക്കുകയും ചെയ്യുക. അതുപോലെ ന്യൂസ് റിപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ടൈറ്റിൽ എഴുതി പഠിക്കാനായിട്ട് ധാരാളം ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. അവിടെ ക്രിക്കറ്റ് മാച്ചിൻ്റെ ന്യൂസ് റിപ്പോർട്ടിനെ അധികരിച്ചാണ് ഈ പല തരത്തിലുള്ള ന്യൂസ് റിപ്പോർട്ടിന് ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നത്. വളരെ ആധികാരികമായി പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹൈസ്കൂളിലേക്കൊക്കെ എത്തുമ്പോൾ വളരെ ഇംഗ്ലീഷിൽ നല്ല ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അധ്വാനമാണ് എൻ്റെ പ്രതീക്ഷ. വായിച്ച് എഴുതിയെടുത്ത് വീണ്ടും ആവർത്തിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് പ്രധാനപ്പെട്ടതാണ്. വീണ്ടും ഒരിക്കൽ കൂടി പാഠഭാഗം ഒന്ന് വായിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാവുന്നതാണ്. പാഠഭാഗം ഒരിക്കൽ കൂടി വായിക്കുമ്പോൾ ലിസൺ ടു ദ ന്യൂ വൊക്കാബുലറി, യൂസേജസ്, സിമ്പിൾ സെൻറ്റൻസസ്, ഓൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആർ ഗിവൺ. ടെക്സ്റ്റ് ബുക്കിലുള്ള സൈഡിൽ നൽകിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. അതെല്ലാം എഴുതിയെടുക്കാം. തുടർന്ന് ആവർത്തിച്ച് വായിക്കാനും എല്ലാ ആക്ടിവിറ്റിയിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ ഒരു പരീക്ഷയ്ക്കുള്ള മുഴുവൻ തയ്യാറെടുപ്പും കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇതിനനുസരിച്ച് നല്ല ഉയർന്ന ഗ്രേഡ് വാങ്ങിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആവർത്തിച്ചുള്ള പഠനമാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മതി എന്നുള്ള ഒരു ചിന്തയില്ലാതെ വളരെ ഭംഗിയായിട്ട് ആവർത്തിച്ച് പഠിക്കുവാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ A4 ഷീറ്റിൽ ഈ ആക്ടിവിറ്റികളെല്ലാം എഴുതിയിരിക്കുന്ന ഒരു വീഡിയോ കൂടി ഇടുന്നുണ്ട്. അതനുസരിച്ച് A4 ഷീറ്റ് ഒരു 10 എടുത്ത് അതിൻ്റെ ഉത്തരങ്ങൾ കൂടി ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. നന്ദി.